വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രി വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നമ്മൾ ദിവസം നിൽക്കുമ്പോൾ എനിക്ക് ഒന്നിനെക്കുറിച്ചും ഭയമില്ല. കാരണം കർത്താവ് എനിക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ശലോമൻ പ്രൈസ് ഗോഡ് വളരെ പ്രതാപത്തോടെ അണിഞ്ഞിരുന്ന, എല്ലാ വിധത്തിലും സൗഭാഗ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു രാജാവായിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, ഈ വയലിലെ താമരയെ നോക്കുവീൻ, അതിലൊന്നുപോലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഒരു നൂല് നൂൽക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം, നൂല് നൂൽക്കുന്നില്ല, വസ്ത്രം നെയ്യുന്നില്ല. പക്ഷേ ശലോമോൻ പോലും അതിലൊന്നിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ടില്ല. അത്ര ഭംഗിയിൽ ഈ ചരാചരങ്ങളെയും മറ്റ് പുഷ്പങ്ങളെയും പക്ഷി മൃഗങ്ങളെയും പരിപാലിക്കുന്ന ദൈവമാണ് എന്നെ പരിപാലിക്കുന്നതെന്ന് ധാരണയല്ല, അനുഭവമായിട്ട് മാറണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന് സ്തോത്രം, നാട്ടുകാർ തീറ്റ കൊടുക്കുന്ന എരുമയും പശുവിനെയും ആടിനെയും ഒക്കെ കണ്ടു കാണും. നല്ലപോലെ അവർ അതിനെ തീറ്റ കൊടുക്കും. വെള്ളവും കാടിയും വൈക്കോലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കാലിത്തീറ്റയും എല്ലാം കൊടുക്കും. 2 നേരം 3 നേരം ചിലപ്പോൾ കൊടുക്കും. പക്ഷേ കാട്ടിൽ മേയുന്ന ഒരു മാനിനെയോ ഒരു കാട്ടുപോത്തിനെയോ അല്ലെങ്കിൽ ഒരു കാട്ടുപന്നിയോ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും, ദൈവം പോറ്റുന്നത് ഒരു ക്ഷീണവുമില്ല. പ്രൈസ് ഗോഡ്, ഒരു ക്ഷീണവുമില്ല. അപ്പം നമ്മൾ എത്രയും ശ്രമിച്ചാലും ലഭിക്കുന്നതിനേക്കാൾ മെച്ചമായ ഒരു അനുഭവം ദൈവത്തിൽ നിന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കും. പ്രൈസ് ഗോഡ്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഈ പാട്ടും പാടുകയും ദൈവവചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ അകത്തുക ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. എ ലൈഫ് ഡിപ്പെൻഡിങ് അറ്റർലി 100% അപ്പോൺ ഗോഡ്. ദൈവത്തിൽ 100% ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ 2-3 കാര്യങ്ങൾ നടക്കണം. ഒന്ന്, നമ്മുടെ കഴിവുകൾ പരിമിതിയാണെന്നും നമ്മളെ കൊണ്ടൊന്നും സാധിക്കത്തില്ലെന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാകണം. പ്രൈസ് ഗോഡ്. നമ്മൾ എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, ദൈവം ചെയ്യുന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ചിലപ്പോൾ സാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മളെ ഭരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമെന്നറിയാമോ? ദൈവം മനുഷ്യൻ്റെ ഹൃദയങ്ങളെ തൂക്കി നോക്കുകയും നമ്മുടെ ചിന്തയെ തിരിച്ചറിയുകയും ചെയ്തിട്ട് പറയും, എന്നാൽ നിൻ്റെ കൈ കൊണ്ട് നീ സാധിക്ക്. പ്രൈസ് ഗോഡ്. ഞാനങ്ങ് മാറിയേക്കാമെന്ന് പറയും. നടക്കുകയില്ല. എന്തെല്ലാം ശ്രമിച്ചാലും എങ്ങനെയൊക്കെ ശ്രമിച്ചാലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരു സ്ഥലത്തും എത്തിക്കാൻ പറ്റുകയില്ല കാര്യങ്ങൾ. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാം ശ്രമിച്ചിട്ടും അത് ശരിയാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കണം, എനിക്ക് സർവശക്തൻ അനുകൂലമല്ല. പ്രൈസ് ഗോഡ്. ചില പറയല്ലേ, വക്കത്ത് വരെ എത്തിയതാ പിന്നെ അങ്ങോട്ട് മാറിപ്പോയി, വക്ക് വരെ എത്തിയതാ പിന്നെ അങ്ങോട്ട് മാറിപ്പോയി, ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയതാ പിന്നെ അങ്ങോട്ട് മാറിപ്പോയി. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയതല്ല, നമ്മൾ എത്തിച്ചതാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മൾ കൊണ്ടുവന്നതാണ്. പക്ഷെ അവസാനം മനസ്സിലായി, പ്രൈസ് ഗോഡ്, ഇത് മാറിപ്പോയി. എന്തോ മനസ്സിലായെന്ന്, ഇത് മാറിപ്പോയെന്നല്ല മനസ്സിലായത്, നിൻ്റെ പരിശ്രമം വ്യർത്ഥമാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ കൂടാതെയുള്ള പരിശ്രമങ്ങൾ വ്യർത്ഥമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ചിലർ ചോദിക്കും, അല്ല പ്രാർത്ഥിച്ച് ചെയ്താൽ പോരാ. പ്രാർത്ഥിച്ച് ചെയ്താൽ പോരാ, പ്രാർത്ഥിച്ച് ചെയ്യണം, പക്ഷേ അത് പോരാ. പ്രാർത്ഥന എന്തിനെ കാണിക്കുന്നറിയാമോ? ആശ്രയത്തെ കാണിക്കുന്നു. പ്രൈസ് ഗോഡ്. ആശ്രയം എന്ന് പറയുമ്പോൾ അത് 50% അല്ല, 60% അല്ല, 80% അല്ല, 90% അല്ല. അതൊക്കെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമ്പോൾ നല്ല മാർക്കാണ്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ 100%. ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണം ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ടാകുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റം വരും. മാത്രമല്ല, എന്നിട്ടും മാറ്റം കാര്യങ്ങൾക്ക് നടക്കുന്നില്ലെങ്കിൽ പരിശോധിക്കണം, എന്നെയും എൻ്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത് എൻ്റെ പാപങ്ങളും എൻ്റെ അകൃത്യങ്ങളുമാണോ പരിശോധിക്കണം. തീർച്ചയായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മോളെ ഇന്ന കാര്യങ്ങൾ നീ ക്രമീകരിക്കുക, ബാക്കി ഞാൻ ചെയ്തോളാം പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ ഇസ്രായേൽ മടങ്ങി വന്നാൽ ദൈവം ഏതെല്ലാം വിധത്തിൽ സഹായിക്കും എന്നതിനൊരു കുറിവാക്യം വായിച്ചതിൽ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി 3 കിടപ്പുണ്ട്. അത് ഇന്ന് പറഞ്ഞ് തീർക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മൾ കുറിവാക്യം വായിച്ചത്
യെരമ്യാ പ്രവചനം 50-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഇന്ന് നമ്മൾ യെശയ്യാ പ്രവചനം തന്നെ 50-ാം അധ്യായത്തിൻ്റെ തന്നെ 19-ാം അധ്യായം മാത്രമല്ല 20 കൂടെ ചേർത്ത് വായിക്കാം. പിന്നെ ഞാൻ ഇസ്രയേലിനെ അവൻ്റെ മേച്ചൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കാർമേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രയീം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. 4 സ്ഥലത്ത് അവൻ മേയും. ഞാൻ ഇസ്രായേൽ മക്കളെ മടക്കി വരുത്തും. പ്രവാസത്തിൽ നിന്ന്, കഷ്ടത്തിൽ നിന്ന്, വിദേശ ആധിപത്യത്തിൽ നിന്ന്, പ്രൈസ് ഗോഡ്, ബാബേലിൽ നിന്ന് ഞാൻ മടക്കി വരുത്തും. അങ്ങനെ മടക്കി വരുത്തിയാൽ നിങ്ങളെ ഇസ്രായേലിലെ 4 സ്ഥലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, കാർമേലിലും ബാശാനിലും നിങ്ങൾ മേയും, എഫ്രൈം മലനാട്ടിലും ഗിലെയാദിലും നിങ്ങൾ മേഞ്ഞ് തൃപ്തി വരും. പ്രൈസ് ഗോഡ്. ഇപ്പം ഇസ്രായേലിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും അതിൽ നിന്നും 4 സ്ഥലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിരിക്കുമ്പോൾ ചുമ്മാ പറഞ്ഞതായിരിക്കത്തില്ല, അതിനെന്തെങ്കിലും കാര്യം കാണും. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ 4 സ്ഥലങ്ങളുടെ പേരെടുത്ത് പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമമാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയത്. അതിൽ എന്തുകൊണ്ട് നിങ്ങൾ കർമ്മേലിൽ മേയും എന്ന് പറഞ്ഞത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ ഭാഗികമായി കണ്ടുപിടിച്ചു. കാർമേൽ ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ട് കിടന്ന ആരാധന യഥാസ്ഥാനപ്പെട്ട സ്ഥലമാണ്. ആത്മീയം ശരിയായ സ്ഥലമാണ് കർമ്മേൽ. പ്രൈസ് ഗോഡ്. അപ്പം മടങ്ങി വരുന്ന ഒരു വ്യക്തി ആദ്യം ശരിയാക്കേണ്ടത് ആത്മീയത്തിലാണ്. പക്ഷെ നമുക്കിത് മനസ്സിലാകാൻ പാടാണ്. നമ്മുടെ വിചാരം ആദ്യം രോഗം മാറട്ടെ, ആദ്യം കടം വീടട്ടെ, ആദ്യം കല്യാണം നടക്കട്ടെ, ആദ്യം വീട് പണി തീരട്ടെ, ആദ്യം ആധാരം നടക്കട്ടെ, ആദ്യം ഒരു കാറ് മേടിക്കട്ടെ, എന്നിട്ട് ഏജഹോളിൽ പോകാം, ദൈവത്തെ അന്വേഷിക്കാം. പ്രൈസ് ഗോഡ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഭൗതികമായ വിഷയങ്ങളിൽ ഒരനുഗ്രഹം കാണുന്നില്ലല്ലോ, ഭൗതികമായ വിഷയങ്ങളിൽ ഒരു ഉയർച്ച കാണുന്നില്ലല്ലോ. ഇംഗ്ലീഷിലൊരു നല്ല പദമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പദമാണ് ബ്രേക്ക് ത്രൂ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഞാൻ കാണുന്നില്ല. രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഒരു സാധാരണ വിടുതലിൻ്റെ പേര് ബ്രേക്ക് ത്രൂ എന്നല്ല. ഇപ്പോൾ ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വിടുതലല്ല. പ്രൈസ് ഗോഡ്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഡെലിവറൻസ് which gives very high impact. നമ്മുടെ ജീവിതത്തെ തന്നെ കീഴ്മേൽ മറിക്കുന്ന, സകലത്തിന് മാറ്റം വരുത്തുന്ന ഒരനുഭവമാണ് ഒരു ബ്രേക്ക് ത്രൂ. പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ഒരു ബ്രേക്ക് ത്രൂ നമ്മൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകണം, ഒരു ആത്മീയമായൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. ഏലിയാവ് ചോദിച്ചു, നമ്മൾ ചിന്തിച്ചതാണ്, നിങ്ങൾ എത്രത്തോളം ഇരുതോണിയിൽ കാല് വയ്ക്കും? ബാല് ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ, യഹോവ അല്ല, യഹോവയാണ് ദൈവമെങ്കിൽ അവനെ സേവിപ്പീൻ. പ്രൈസ് ഗോഡ്. ഞാൻ ഒരക്ഷരം പറഞ്ഞില്ല, പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പം ആകാശത്തിൽ നിന്ന് തീ ഇറക്കി ദൈവം ഉത്തരമരുളുന്നത് കണ്ടപ്പോൾ ജനം 2 പ്രാവശ്യം പറഞ്ഞു, യഹോവ ദൈവം, യഹോവ തന്നെ ദൈവം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് തൻ്റെ മക്കളെ കൊണ്ട് ആ ഒരു ഏറ്റുപറച്ചിൽ മാത്രം മതിയായിരുന്നു. ക്ഷണത്തിൽ ആകാശം കറുത്തിരുണ്ടു, വൻമഴ പെയ്തു. 3 വർഷവും 6 മാസവും ഉണ്ടായിരുന്ന ക്ഷാമം മാറി, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകാൻ വലിയ താമസമൊന്നും വേണ്ട. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, അതിൻ്റെ 36-ാം വാക്യം വായിക്കുമ്പോൾ, 36 മുതൽ വായിക്കുമ്പോൾ, നമ്മൾ വായിച്ചതാണ് എങ്കിലും, ഭോജനയാഗം കഴിക്കുന്ന നേരമായപ്പോൾ ഏലിയാ പ്രവാചകൻ അടുത്ത് ചെന്നു.
അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രയേലിൻ്റെയും ദൈവമായ യഹോവേ, ഇസ്രയേലിൽ നീ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഈ കാര്യങ്ങളൊക്കെയും ഞാൻ നിന്റെ കൽപ്പനപ്രകാരം ചെയ്തു എന്നും ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ഞാൻ ഈ ചെയ്തതൊക്കെ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തെന്ന് വെളിപ്പെട്ടു വരണം. അടുത്തത്, യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ യഹോവേ. അവിടെ ഒരു കാര്യം ഞാൻ ശുശ്രൂഷകന്മാരായിട്ടും വിശ്വാസികളുമായിട്ടും ഇവിടെ ഉള്ളവരോട് ഞാൻ പറയട്ടെ. പ്രൈസ് ഗോഡ്. നമ്മൾ പബ്ലിക്കായിട്ട് നീ ദൈവം തന്നെ യഹോവേ എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട വിധത്തിൽ ചെയ്താൽ ജനം പറയും യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം. വിശ്വാസികളുടെ കടപ്പാടാണത്. ദൈവത്തെ അറിഞ്ഞിട്ട് 8, 10, 12 വർഷങ്ങളായിട്ട് നമുക്കത് പറയാൻ സാധിച്ചില്ലെങ്കിൽ ഒരു പുതിയ ഒരുത്തനെ കൊണ്ട് എങ്ങനെ പറയും? പുതുതായി വന്നവരുവൻ എങ്ങനെ പറയും? ഞാൻ ചോദിക്കട്ടെ, രക്ഷയുടെയും മാനസാന്തരത്തിൻ്റെയും ദൈവിക കൽപ്പനകളുടെയും അനുഭവങ്ങൾ കൂടെ കടന്നു വന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും യഹോവ തന്നെ ദൈവമെന്ന് വെളിപ്പെട്ട് കിട്ടിയവർക്ക് കരമുയർത്തിയൊരു സ്തോത്രം ചെയ്യാം. എറണാകുളം പട്ടണത്തിൽ ഇത്രയും ദൈവിക വെളിപ്പാടും അനുഗ്രഹങ്ങളും പ്രാപിച്ചവരുമുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ പട്ടണം ഹല്ലേലൂയ ഇതിൻ്റെ ഗതിയിൽ നിന്ന് മാറ്റം വരാറായി. ഇപ്പോൾ ഈ പട്ടണത്തിലായിരിക്കുന്ന അനുഭവങ്ങളിൽ മാറ്റം വരാറായി. യഹോവേ നീ തന്നെ ദൈവം, നീ തന്നെ ദൈവം എന്ന് വിളിച്ചു പറയുന്ന ഒരു കൂട്ടം ജനം ഇതുപോലെ ഈ പട്ടണത്തിന്റെ തെരുവീഥികളിൽ കൂടെ തെക്ക് വടക്ക് നടന്നുകൊണ്ട് ദൈവത്തെ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ജനം 2 പ്രാവശ്യം പറയും അതെ യഹോവ തന്നെ ദൈവം. ഇവിടെ അതാണ് നടന്നത്. പ്രൈസ് ഗോഡ്. വായിച്ചാട്ടെ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ചു, എല്ലാം അങ്ങ് ദഹിപ്പിച്ചു. അപ്പോൾ തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞില്ല, മിനിറ്റുകളെ കഴിഞ്ഞുള്ളൂ. 18:45. ക്ഷണത്തിൽ ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്ത് വൻമഴ പെയ്തു. ആകാശം മേഘവും കാറ്റും കൊണ്ട് കറുത്തു വൻമഴ പെയ്തു. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടത് ഒരു വൻമഴയുടെ അനുഭവമാണ്. വ്യക്തിപരമായി നമുക്ക് വേണം. ക്ഷണത്തിൽ ആകാശം കറുക്കണം. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ആകാശം എൻ്റെ മുമ്പിൽ അവൻ ചെമ്പ് പോലെ കിടന്ന ചില വിഷയങ്ങൾ അവൻ തെളിഞ്ഞ് പ്രൈസ് ഗോഡ്, ഒരു നക്ഷത്ര ഒരു മേഘം പോലും കാണാതെ, ഒരു തുള്ളി വെള്ളം താഴോട്ട് വീഴാതെ കഴിഞ്ഞ 3 വർഷവും 6 മാസവുമായി അവൻ ആകാശം അടഞ്ഞു കിടന്ന സ്ഥാനത്ത് എൻ്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഈ ദൈവവചന ശുശ്രൂഷ കഴിയുമ്പോൾ ക്ഷണത്തിൽ മേഘവും കാറ്റും കൊണ്ട് ആകാശം കറുത്ത് ഒരു വൻമഴ പെയ്യത്തക്കവണ്ണം കർത്താവേ ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ, ഒരു അനുഗ്രഹം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ ആമേൻ, ആകാശം കറുത്തിരളത്തക്കവണ്ണം മേഘം പൊങ്ങട്ടെ, കാറ്റടിക്കട്ടെ, ചില അനുഗ്രഹങ്ങളുടെ നദി ആമേൻ ഇന്ന് തുറക്കട്ടെ, ഒഴുകട്ടെ. പ്രൈസ് ഗോഡ്. ഏറ്റവും വലിയ ആഗ്രഹം ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ മേഞ്ഞ് തൃപ്തി വരുന്ന പോലത്തെ ചില വഴികൾ തുറക്കണം. പ്രൈസ് ഗോഡ്. കാർമേലിൽ മേഞ്ഞ് തൃപ്തി വരും. പ്രൈസ് ഗോഡ്. അപ്പോൾ കാർമേല് എന്തിനെ കാണിക്കുന്നു? ആരാധന വെളിപ്പെട്ട സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ആത്മീയം ശരിയാകണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും, അതോടുകൂടെ ഇതൊക്കെയും seek ye first the kingdom of Lord, all these things will be added to that. അപ്പോൾ അതോടുകൂടെ ഇതൊക്കെയും. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ആ വിഷയത്തിൽ മനസ്സിലാക്കണം, വിടുതലിൻ്റെ അടിസ്ഥാനം, അനുഗ്രഹത്തിൻ്റെ ബേസിസ് ആരാധനയാണ്. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കളോട് ഫറവോനോട് ചെന്ന് പറയാനായിട്ട് ദൈവം മോശയെ വിടുമ്പോൾ അവിടെ പറയുന്നത്, പുറപ്പാട് പുസ്തകം
4-ാം അധ്യായം 22-23 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കള് അടിമപ്പാടിൽ കിടക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരെ വിടുവിച്ചു കൊണ്ടുവരുവാൻ മോശയെ നിയോഗിക്കുമ്പോൾ ദൈവം പറഞ്ഞു വിടുന്ന വാക്യങ്ങൾ. നീ ഫറവോനോട്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. വിടുതലിൻ്റെ അടിസ്ഥാനം അതാണ്. ഫറവോനോട് ചെന്ന് പറ, നീ എൻ്റെ പുത്രനെ വിട്ടയക്കണം, എൻ്റെ മകനെ വിട്ടയക്കണം, എൻ്റെ മകളെ വിട്ടയക്കണം. ഈ 4 ദിവസങ്ങൾ ഞാൻ പറയട്ടെ, ശത്രുവിന് അടിമപ്പാടിൽ കിടന്നുകൊണ്ട് അടിമപ്പണി ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഒരു കാര്യവും അനുഗ്രഹിക്കപ്പെടാതെ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ബേസ് യേശുവിനെ ആരാധിക്കാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന്. ഫറവോൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഭക്ഷണം, ആഹാരം, വസ്ത്രം, അടുത്ത തലമുറ ആണോ പെണ്ണോ, ഇതുപോലും തീരുമാനിക്കുന്നത് ഫറവോനാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് കിടന്ന സ്ഥാനത്ത് പ്രൈസ് ഗോഡ് അതിൽ നിന്ന് സ്വതന്ത്രമായി വെളിയിൽ വന്ന് എൻ്റെ കാര്യം എനിക്ക് തീരുമാനിക്കാമെന്നുള്ള അവസ്ഥയിൽ ജനത്തെ എത്തിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇസ്രായേൽ മക്കളെ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകുന്നില്ലേ? ഇല്ലെങ്കിൽ മനസ്സിലാക്കണം, മിസ്രൈമിൽ അടിമകളായതുപോലെ ഞങ്ങളായിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നപ്പോൾ അവരെവിടെ താമസിക്കണം അവർക്ക് തീരുമാനിക്കാൻ വയ്യ. എന്ത് ഭക്ഷിക്കണം അവരല്ല തീരുമാനിക്കുന്നത്. അവരെന്ത് ഉടുക്കണം അവരല്ല തീരുമാനിക്കുന്നത്. ഒടുവിൽ എവിടം വരെ എത്തിയെന്നറിയാമോ? കുട്ടി ജനിച്ചാൽ ആണെങ്കിൽ നദിയിൽ ഇട്ട് കളയണം, നൈൽ നദിയിൽ ഇട്ട് കളയണം, പെണ്ണാണെങ്കിൽ വളർത്താം. മക്കളെ വളർത്തുന്നത് പോലും അവരല്ല തീരുമാനിക്കേണ്ടത്. മോശയെക്കുറിച്ച് വായിക്കുന്നത്, ശിശു സുന്ദരനെന്ന് കണ്ടപ്പോൾ ഒളിപ്പിച്ചു വച്ചു, പക്ഷെ 3 മാസമേ പറ്റിയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാങ്ങണപ്പെട്ടം കൊണ്ടാക്കി നദിയിലിടേണ്ടി വന്നു. അപ്പം മക്കളുടെ വിഷയത്തിൽ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റുന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചതുപോലെ ചെയ്യാൻ പറ്റുന്നില്ല. വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചത് നടക്കുന്നില്ല. താമസത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹിച്ചത് നടക്കുന്നില്ല. ഇത് തന്നെയാണ് മിസ്രൈമിൽ അടിമത്തത്തിൽ ജനത്തിനുണ്ടായിരുന്നത്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആഗ്രഹിച്ചതുപോലെ, ഞാൻ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നെങ്കിൽ മനസ്സിലാക്കണം, യു ആർ അണ്ടർ ബോണ്ടേജ്. ബന്ധനത്തിലാണ്, അടിമത്വത്തിലാണ്, ശത്രുവിൻ്റെ പിടിയിലാണ്. ഇനി എന്ത് ചെയ്യണമെന്നറിയാമോ? എനിക്ക് ഇതിനൊരു മാറ്റം വരണം. ഈ മിസ്രൈം വിട്ട് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശത്തേക്ക്, ഒരു വാഗ്ദത്ത ദേശത്തേക്ക് എൻ്റെ ദൈവം ഇവിടെ തന്നെ കൊണ്ടുപോയി. അവിടെ വിട്ടാൽ എൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സാധിക്കും. അതിന് ഞാൻ ഈ ഫറവോന്റെ ബന്ധനത്തിൽ നിന്ന്, ഇവന്റെ കെട്ടിൽ നിന്ന്, ഇവന്റെ ചങ്ങലയിൽ നിന്ന്, ഇവന്റെ അടിമത്തത്തിൽ നിന്ന് എനിക്ക് വെളിയിൽ കിടക്കണം. ആഗ്രഹമുണ്ടോ? ഇന്ന് രാത്രി ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളുടെ അടിമത്തത്തിന്റെ ചങ്ങല പൊട്ടിച്ച് യേശുവിന്റെ നാമത്തിൽ വെളിയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൈക്ക് പിടിച്ച് വെളിയിൽ കൊണ്ടുവരുവാൻ നല്ല മോശയെ അയച്ചതുപോലെ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വിശ്വസ്തൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവേ, ചില ചങ്ങലകൾ പൊട്ടണമേ, ചില ചങ്ങലകൾ പൊട്ടണമേ. അവൻ ഹാലിൽ എത്ര ശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും പിന്നെയും പിന്നെയും മുറുകിക്കൊണ്ടിരിക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ. ജീസസ് ജീസസ്. ഇന്ന് രാത്രി കർത്താവേ, ചില ഊരാ കുടുക്ക് പോലെ കിടക്കുന്ന വിഷയങ്ങൾ, ഊരാ കുടുക്ക് പോലെ കിടക്കുന്ന വിഷയങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതോറും കൂടുതൽ കൂടുതൽ കെട്ട് മുറുകുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അഴിയട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ശക്തിയോടെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വെളിയിൽ കിടക്കണം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം. പ്രൈസ് ഗോഡ്. ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഒക്കെ മീൻ പിടിക്കാൻ പോകുന്നവർ ഉപയോഗിക്കുന്നൊരു വലയുണ്ട്, ഗിൽനെറ്റ്. ചിലർ ഗില്ലറ്റ് എന്നൊക്കെ പറയും, ഗില്ലറ്റല്ല, ഗിൽനെറ്റ്. ഗിൽനെറ്റ് എന്ന് പറഞ്ഞ വല എന്ന് പറഞ്ഞാൽ ആ വലയ്ക്കകത്ത് ഒരു തീറ്റയുമില്ല, ഒന്നുമില്ല. വെറുതെ വല മുണ്ട് വിരിച്ചിട്ട പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെള്ളത്തിൽ. അതിൻ്റെ കണ്ണികൾ, നൂലുകൾ കാണുകയില്ല. പ്രൈസ് ഗോഡ്. മീൻ എന്ത് ചെയ്യുന്നറിയാമോ?
ഈ വല അവിടെ ഉണ്ടെന്നറിയാതെ നേരെ മുമ്പോട്ട് പായും. പാഞ്ഞു കഴിഞ്ഞാൽ തല കടക്കും, ഈ ചെകളയുടെ ഭാഗം വരുമ്പോൾ ഉടക്ക് വീഴും. പിന്നെ മുമ്പോട്ടുമില്ല പുറകോട്ടുമില്ല. പ്രൈസ് ഗോഡ്. ഈ ഗില്ലിൽ പിടുത്തം വീഴും, ചെകളെ പിടുത്തം വീഴും. അത് ഗിൽനെറ്റ് എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ കാലങ്ങളിൽ ചില പായ്ച്ചൽ പാഞ്ഞില്ലേ, അത് ചെന്ന് കുടുങ്ങിയേക്കുക. പുറകോട്ട് തിരിച്ച് നോക്കി, ഒരു പ്രമാണവുമില്ല, ഒരു വ്യവസ്ഥയും ഇല്ലാതെ പാഞ്ഞ് ചെന്ന് കയറിയതാണ് നമ്മൾ. ഇനി കുറച്ച് നേരം അവിടെ കിടക്കും. അത് കഴിയുമ്പം ഇട്ടവും വരും, വല ഇട്ടവും വരും, വലിച്ചു കയറ്റും. പിന്നെ മാർക്കറ്റില്ല, പിന്നെ ചട്ടിയില്ല. ഞാനിന്ന് രാത്രി പറയട്ടെ, ഹല്ലേലൂയ, വല പൊക്കിയെടുക്കാൻ വരുന്നതിന് മുമ്പ് കണ്ണി പൊട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ചില കണ്ണികൾ പൊട്ടണം യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇന്ന് രാത്രി കർത്താവേ, ഞങ്ങളെ കുടുക്കാനിട്ടിരിക്കുന്ന, ഞങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന, മുന്നോട്ട് പോകാനും വയ്യ, പുറകോട്ടും പോകാൻ വയ്യ, അങ്ങനെ കുടുക്കിയിട്ടിരിക്കുന്ന ചില കണ്ണികൾ, ചില വലയുടെ കണ്ണികൾ, ചില കെട്ടുകൾ, ചില നൂലുകൾ, ചില ചങ്ങലകൾ, ചില കയറുകൾ, ചില അടിമത്തത്തിന്റെ ചങ്ങലകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പൊട്ടി ഒരു ബ്രേക്ക് ത്രൂ കർത്താവേ, നെയിം ഓഫ് ലോർഡ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു ബ്രേക്ക് ത്രൂ ഞങ്ങൾക്ക് തരണം കർത്താവേ. ആമേൻ. അപ്പം ആ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഫറവോൻ്റെ ആ അധികാരത്തിൽ നിന്ന് വെളിയിൽ വരുന്നതാണ്. ഇന്ന് രാത്രി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന് സ്തോത്രം, നമ്മളെ ജീവിതത്തിൽ സന്തോഷം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ വരണം. ആ അധികാരത്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്ന ദാരിദ്ര്യം, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടത, നമ്മൾ അനുഭവിക്കുന്ന വേദന, നമ്മൾ അനുഭവിക്കുന്ന രോഗം, നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമില്ലായ്മ, നമ്മൾ അനുഭവിക്കുന്ന നിന്ന, സകലതും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അതിൽ നിന്ന് വെളിയിൽ വരണം. അതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി നടക്കേണ്ട കാര്യം മടങ്ങി വരണം. മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. യെരമ്യാവ് വ്യക്തമായി പറഞ്ഞു, നിനക്ക് മടങ്ങി വരാൻ മനസ്സുണ്ടെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല. യെരമ്യാവ് 4:1. യെരമ്യാവ് 4:1. ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. ഇനി 5-ാം അധ്യായം 24-25. 5-ാം അധ്യായം 24-25. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ. അപ്പം നമ്മുടെ ദൈവമായ യഹോവയാണ് മുൻമഴയും പിന്മഴയും അങ്ങനെ ആതാത് കാലങ്ങളിൽ ആകാശത്തിൽ നിന്ന് മഴ തന്ന് കൊയ്ത്തിനുള്ള സമയം പാലിച്ചു തരുന്നത് എന്ന്. ദൈവത്തെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ദൈവത്തെ ഭയമില്ലെന്ന് അങ്ങനെ പറയല്ലേ. ദൈവം എന്നെ സഹായിച്ചാലേ പറ്റൂ, അങ്ങനെ പറയണം. എന്നിട്ട് ചുമ്മാ പറഞ്ഞാൽ പോരാ, ദൈവം എന്നെ സഹായിക്കത്തക്ക വിധത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രമീകരിക്കണം. അതാ മടങ്ങിവരവ്. ഈ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം, ആത്മീയമായും അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ സ്വഭാവങ്ങൾ, വാക്കുകൾ, ഇടപാടുകൾ, നോട്ടങ്ങൾ, സംസാരങ്ങൾ, കൊടുക്കൽ വാങ്ങലുകൾ, ഇതിലെല്ലാത്തിനും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം, മാറ്റണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥനക്കുറവ്, ഒന്നിച്ചോ ഐക്യമില്ലായ്മ, കലഹം, ചീത്ത വാക്കുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അനുഗ്രഹം കിട്ടുകയില്ല. പ്രൈസ് ഗോഡ്. ഡിക്ഷണറി ഇല്ലാത്ത വാക്കുകളൊക്കെ ചുമ്മാ വിളിച്ചു പറഞ്ഞാൽ അനുഗ്രഹം പോവും. അതുപോലെ ദേഷ്യം കയറുമ്പം കലം തല്ലി പൊട്ടിക്കാം, കുഴപ്പമില്ല. കലം പൊട്ടുന്നതോടെ നിന്റെ ഭാവിയും പൊട്ടും, നന്മയും പൊട്ടും. അപ്പോൾ ഇച്ചിരി ശ്രദ്ധിക്കണം. മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നവൻ ആദ്യം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വീട്ടിൽ ശ്രദ്ധിക്കണം. ഈ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് ചിലരുടെ വിചാരം. വീട്ടിൽ പോലീസുകാരനില്ല, വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ല. ഇപ്പോഴത്തെ ഈ കൊച്ചു കൊച്ചു കുടുംബങ്ങളിൽ തോന്നിയ പോലാണ്, മക്കൾക്ക് തോന്നിയ പോലെ, അവർ അപ്പന് തോന്നിയില്ല, അവർ അമ്മയ്ക്ക് തോന്നിയില്ല, അവർ എല്ലാവരും തോന്നിയതുപോലെ. ആരും ചോദിക്കാനില്ല. പക്ഷെ ആരും ചോദിക്കാനില്ലെന്ന് വിചാരിക്കല്ലേ, അറിയുന്ന ഒരുവനുണ്ട്, അവൻ ചോദിക്കും. അത് നിനക്ക് നഷ്ടമായിട്ട് തീരും.
കഷ്ടമായിട്ട് തീരും. നിന്റെ വഴികൾ തുറന്നെന്ന് തോന്നും, പക്ഷെ ശരിക്കും മനസ്സിലാകും 10 അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഇതും അടയും. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ആ ദൈവത്തെ അനുകൂലമാക്കുന്ന പരിപാടിയാണ് കാർമേലിലേക്ക് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വന്നാൽ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. എവിടെയൊക്കെ അലയുന്നേ? ബാങ്കിൽ ചെന്ന് അവിടെ ലോൺ ചോദിക്കുന്നു, സൊസൈറ്റി ചെന്ന് അവിടെ ലോൺ ചോദിക്കുന്നു, അയലോക്കത്തിൽ നിന്ന് അവിടെ ലോൺ ചോദിക്കുന്നു, കൂട്ടുകാരോട് ലോൺ ചോദിക്കുന്നു, ഭാര്യ വീട്ടിൽ നിന്ന് ചോദിക്കുന്നു, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ചോദിക്കുന്നു, അമ്മാച്ചൻ്റെ നിന്ന് ചോദിക്കുന്നു. പ്രൈസ് ഗോഡ്. ഇവിടെ നിന്ന് എല്ലായിടത്തും അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഞാൻ പറയുന്നു, നീ ഒരു സ്ഥലത്തും കൈ നീട്ടേണ്ടി വരാതെ വണ്ണം അനുഗ്രഹിക്കാൻ കഴിയുന്ന ഒരു സ്വർഗത്തെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. വെറുതെ പറയല, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. നീ സ്വർഗത്തിലെ ദൈവത്തെ വിശ്വസിച്ചു കൊണ്ട് തിരുന്നാൽ ഒരു സ്ഥലത്തും നിന്റെ കൈ നീട്ടേണ്ടി വരത്തില്ല. നിനക്ക് വേണ്ടി വഴികൾ താനെ തുറക്കും. പക്ഷെ പ്രമാണമില്ലാതെ ജീവിച്ചാൽ തുറന്ന വഴി കൂടെ അടയും. ദൈവം ഈ നാളുകളിൽ ആദ്യം പലരെയും സന്ദർശിക്കുന്നത്, ആദ്യത്തെ സന്ദർശനം സമ്പത്തിലാണ്. ഒരു പ്രസംഗം തന്നെയാണ് എപ്പോഴും ഞാനധികം പ്രസംഗിക്കാം. വലിയൊരു വചനമാണ്, വലിയൊരു സബ്ജക്റ്റാണ്. ആദ്യം ടച്ച് ചെയ്യുന്ന സമ്പത്തിനെയാണ്. സമ്പത്തിനെ ടച്ച് ചെയ്തിട്ട് മര്യാദ പഠിച്ചില്ലെങ്കിൽ ആ തലമുറയെ ടച്ച് ചെയ്യും. സമ്പത്തിനെയും തലമുറയെയും ടച്ച് ചെയ്ത് മര്യാദ പഠിച്ചില്ലെങ്കിൽ ആരോഗ്യത്തെ ടച്ച് ചെയ്യും. ആരോഗ്യത്തെ ടച്ച് ചെയ്തിട്ടും പഠിച്ചില്ലെങ്കിൽ പ്രാണനെ തൊടും. രക്ഷയില്ല. ഈ സ്റ്റേജ് മനസ്സിലാക്കണം. ഇപ്പൊ സാമ്പത്തികത്തിലാണ് പിടിച്ചേക്കുന്നതെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിലാണ്, തിരിച്ചു വരാം. അല്ല, ഇപ്പോൾ തലമുറയുടെ വിഷയത്തിലാണെങ്കിൽ മനസ്സിലാക്കണം, സെക്കൻഡ് സ്റ്റേജിലാണ്, തിരിച്ചു വരാം. മുടിയമ്പത്രം മടങ്ങി വന്നു. ഇപ്പൊ സാമ്പത്തികത്തിലും പിടിച്ചേക്കുന്നു, തലമുറയിലും പിടിച്ചിരിക്കുന്നു. 2ാം സ്റ്റേജിൽ, നോ ഡൗട്ട്. ഇനി 3, സാമ്പത്തികത്തിൽ പിടിച്ചു, തലമുറയിൽ പിടിച്ചു, ഇപ്പൊ രോഗം പിടിച്ചു. 3rd സ്റ്റേജ്. ഈ ക്യാൻസറിന് സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എന്നൊക്കെ പറയല്ലേ, എന്നുപോലത്തെ സ്റ്റേജാ. ഈ 3rd സ്റ്റേജ് വരെ മടങ്ങി വരാം. 4th സ്റ്റേജിൽ കയറിയ ക്യാൻസർ സുഖമാകത്തില്ല എന്നാണ് പറയുന്നത്. ആത്മീയത്തിൽ അതുപോലെ, പിന്നെ ശരിയാകത്തില്ല. അതുകൊണ്ട് 4th സ്റ്റേജിലോട്ട് പോകാൻ സമ്മതിക്കരുത്. ഇന്ന് നിന്റെ വീട്ടിൽ രോഗമാണോ? 2 സ്റ്റേജ് കഴിഞ്ഞു. ഇന്ന് നിന്റെ തലമുറ പ്രശ്നത്തിലാണോ? 2ാമത്തെ സ്റ്റേജിലാണ്. അല്ല, സാമ്പത്തികമായൊരു മാന്ദ്യം വന്നോ? ആമേൻ. ആഗോള വ്യാപകമായ റിസഷൻ ആണെന്ന് വിചാരിക്കണ്ട. ഡോളർ ഇടിഞ്ഞാലും നിന്റെ മേത്തോട്ട് വീഴത്തില്ല. മനസ്സിലായോ? ഡോളറും പൗണ്ടും ഒക്കെ അവിടെ ഇവിടേക്ക് ഇടിയും, പക്ഷെ നിന്റെ മേത്ത് വീഴത്തില്ല. കാരണം യഹോവ എന്നെ പരിപാലിക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പൊ സാമ്പത്തിക മാന്ദ്യത്തിൽ ഇന്ന് കടന്നു പോകുന്നെങ്കിൽ മനസ്സിലാക്കണം, ദിസ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡീലിംഗ് ഓഫ് ഗോഡ്. ഇതെന്നെ സാമ്പത്തിക വിഷയത്തിൽ എൻ്റെ ദൈവം സന്ദർശിച്ചിരിക്കുകയാണ്. അതിൽ തച്ചിപ്പിടിച്ച് കയറാൻ ശ്രമിക്കും, പക്ഷെ കയറുകയല്ല. ഞാൻ തീർത്ത പറയാം, കയറത്തില്ല. എന്ത് ചെയ്യണം? തമ്പുരാനേന്ന് വിളിക്കണം. തമ്പുരാനേന്ന് വിളിക്കണമെങ്കിൽ പ്രൈസ് ഗോഡ് ആ വെളിപ്പാട് പ്രാപിക്കണം. വെളിപ്പാട് പ്രാപിച്ചവർ അതനുസരിച്ച് വിളിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ അത്ഭുതം കണ്ടവൻ ശരിക്കും പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. അഭിനയമല്ല. വെറുതെ കൈപൊക്കിയതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല. നമ്മുടെ അന്തരാത്മാവിൽ നമുക്ക് വ്യത്യാസം വരണം, രൂപാന്തരം വരണം. അങ്ങനത്തെ ഒരു മടങ്ങി വരവ് വന്നാൽ ഇസ്രായേലേ, നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. മുൻമഴയും പിന്മഴയും തക്ക സമയത്ത് തരികയും അതാത് സമയത്ത് കൊയ്ത്തിന് നിന്നെ പ്രാപ്തനാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അധ്വാന ഫലം കിട്ടും. പ്രൈസ് ഗോഡ്. എന്തെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകും, അല്ലെങ്കിൽ പൊളിയും. ഞാൻ വളരെ ബ്ലണ്ടായിട്ട് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഒരു അർത്ഥശങ്കയ്ക്ക് വരില്ലാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ആരോടും എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് ഈ പറയുന്നത്. നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും കാർമേൽ പർവ്വതത്തിലേക്ക് ആദ്യം വരണം. ആരാധന യഥാസ്ഥാനപ്പെടണം, ആത്മീയം യഥാസ്ഥാനപ്പെടണം. പ്രൈസ് ഗോഡ്. ഇനി 25-ാം വാക്യം, 5:25. ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. ഇവ മാറിപ്പോകുവാൻ. ഏത് പറഞ്ഞത് ഇടയ്ക്ക് വിട്ട് കാണാം. 24-25 ചേർത്ത് വായിച്ചു. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും
കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്നവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. ഇവ മാറിപ്പോകാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ കാരണം. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വന്നിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ കാരണം ഇതാണ്. പിൻ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കണം. അതിന് പകരം ഭാര്യയെ നോക്കിയിട്ട് നീ ഒരുത്തി കാരണമാ, ഭർത്താവിനെ നോക്കിയിട്ട് താനും കാരണമാന്ന് പറയാനൊരു കാര്യമില്ല. മനസ്സിലായോ? പല വീട്ടിലും സംഭവിക്കുന്ന നീ ഒരുത്തി, ഞാൻ എത്ര ആയിരം രൂപ എവിടെ കൊണ്ടിരുന്നത്, എത്ര ലക്ഷം എവിടെ കൊണ്ടിരുന്നത്, എവിടെ? ഭാര്യയും ചോദിക്കും എവിടെയാ, ഞാനൊന്നും എൻ്റെ വീട്ടിൽ കൊണ്ടുപോയില്ല എന്ന് പറയും. എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. കാശ് വരാത്തതല്ല, പക്ഷെ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. രണ്ടും കൂടെ വഴക്കടിച്ചിട്ട് ഒരു കാര്യവുമില്ല. രണ്ടുപേരും കൂടെ ശ്രമിച്ചാലും അറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം ചെയ്യാമോ, രണ്ടുപേരും കൂടെ ആത്മീയത്തിലേക്ക് മടങ്ങി വരാമോ? ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കുന്നത് കാണാൻ കഴിയും. സ്ഥലം പോരാതെയുള്ള അനുഗ്രഹം വരുന്നത് കാണാൻ സാധിക്കും. വീട്ടിനകത്തുള്ള എല്ലാ അനുഭവങ്ങളെയും മാറ്റിവെച്ച് കഴിഞ്ഞ കാലങ്ങളെ മുഴുവനും മറന്ന് രണ്ടുപേരും ചേർന്ന്, കുടുംബമായി ചേർന്ന്, മക്കളും മാതാപിതാക്കളും ചേർന്ന്, എല്ലാവരും കൂടെ ചേർന്ന് സർവശക്തനായ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞാൽ ഇയ്യോബ് പറയും, നീ അഭിവൃദ്ധി പ്രാപിക്കും. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പ്രൈസ് ഗോഡ്. വേറെ ഷോർട്ട് കട്ട് ഇല്ല ദൈവമക്കളെ. ഞാൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ അത് വെറും നിങ്ങളെ കളിപ്പിക്കാൻ പറയുക. പ്രൈസ് ഗോഡ്. എസെക്കിയേലും യെരമ്യാവും പറഞ്ഞു, ചുവരിൽ വെള്ള കുമ്മായം തേച്ചും ഇത് വീഴത്തില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരൊറ്റ മഴ മതി, തേച്ച കുമ്മായം അടന്നു പോകും, മതിലിടുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലവരും വന്ന് വീട്ടിൽ കുമ്മായം തേക്കുന്നെങ്കിൽ നിങ്ങൾ വിചാരിക്കണം അത് ചുമ്മാ പറയുകയാണ്. യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ യു ക്യാൻ എക്സ്പെക്ട് എ ബ്രേക്ക് ത്രൂ. ഒരു നല്ലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാകും ജീവിതത്തിൽ. ഇങ്ങനെ ഇനി പോയിട്ട് പറ്റത്തില്ല തോന്നുന്നില്ലേ? ഇങ്ങനെ പോയാൽ പറ്റുകയെന്ന് തോന്നുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം വി വാണ്ട് എ ബ്രേക്ക് ത്രൂ. ഒരിക്കലും ബ്രേക്ക് ത്രൂ ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. അപ്പം അലഞ്ഞു നടക്കേണ്ടി വരത്തില്ല, നന്നാകും. ഞാൻ നിന്നെ മടക്കി വരുത്തും. പക്ഷേ പ്രൈസ് ഗോഡ്, നിൻ്റെ പാപങ്ങൾ, നിൻ്റെ അകൃത്യങ്ങൾ, തെറ്റുകൾ, ദോഷങ്ങൾ പരിഹരിക്കപ്പെടണം. അതിന് തീരുമാനം ആത്മീയമായ ആദ്യം റിസ്റ്റോറേഷൻ ഇൻ ദ സ്പിരിച്വൽ ലൈഫ്. അപ്പം അതിനെന്ത് ചെയ്യണം? പ്രൈസ് ഗോഡ്. എൻ്റർടൈൻമെൻ്റ് അല്ല ആരാധന. ഞാൻ തീർത്ത് പറയാം, ഞായറാഴ്ചത്തെ ആരാധന ഈസ് നോട്ട് ആൻ എന്റർടൈൻമെന്റ്, ഇറ്റ് ഈസ് സാക്രിഫൈസ്. അതിന് തയ്യാറാകണമെങ്കിൽ മുമ്പ് 3 മണിക്കൂർ ആരാധനയെ പോയ പാർട്ടി ഇപ്പൊ 2:30 എവിടെ ഉണ്ടെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. 2:30 പോകുന്ന പാർട്ടി അപ്പൊ പറയാ ഞങ്ങൾ 2 അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അന്വേഷിച്ചാൽ പറഞ്ഞ 2 പോകുന്ന പാർട്ടി പറയുക 1 മണിക്കൂർ കൊണ്ട് നടത്തുന്ന പരിപാടി വല്ലയിടത്തുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് ഞാൻ 20 മിനിറ്റിന്റെ കുർബാന ഉണ്ട്, അത് മതി, എന്തിനാ കൂടുതൽ പോണേ? രാത്രി ഞാൻ സത്യം പറയാം, ഹല്ലേലൂയ, ശക്തിയോടെ നിശ്ചയത്തോടെ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ് കിടന്നാൽ, പ്രൈസ് ഗോഡ്, യെരിഹോ പട്ടണം പിടിച്ച അതേ ഇസ്രായേൽ ജനം ഒരു കൊച്ചു പട്ടണത്തോട് തോറ്റു, ഹായി പട്ടണത്തോട് തോറ്റു. എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ മനസ്സിലായത് എപ്പോഴാണെന്നറിയാമോ? യോശുവ അന്ന് വൈകുന്നേരം വരെ നെടുമ്പാട് വീണ് കിടന്നു. ഞാൻ പറഞ്ഞത്, കഷ്ടം വരുമ്പോൾ 3 മണിക്കൂറിൽ നിന്ന് 2:30ക്കും 2:30യിൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 1ലേക്കും പോകുന്നതിന് പകരം 3ൽ നിന്ന് 5ലേക്ക് പോകാൻ നോക്കണം, അല്ലെങ്കിൽ 4ലേക്ക് പോകാൻ നോക്കണം. കുറച്ചും കൂടെ ദൈവത്തോട് അടുക്കാൻ നോക്കണമെന്ന്, കുറച്ചും കൂടെ ദൈവത്തെ ആരാധിക്കാൻ നോക്കണമെന്ന്, കുറച്ചും കൂടെ കൈകൊട്ടാൻ നോക്കണമെന്ന്, കുറച്ചും കൂടെ വാക്യം കേൾക്കാൻ നോക്കണമെന്ന്, കുറച്ചും കൂടെ വചനം വായിക്കാൻ നോക്കണം, കുറച്ചും കൂടെ ഉപവസിക്കാൻ നോക്കണം. അങ്ങനെ ആത്മീയത്തിലൊരു റെസ്റ്റോറേഷൻ, ഒരു യഥാസ്ഥാനം വരുമ്പോൾ ബാക്കി ശരിയാവും. ഇനി യെരമ്യാവ് 50-ാം അധ്യായത്തിൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വായിച്ച് നിർത്തിയ ആ വേദഭാഗങ്ങൾ നമുക്ക് വീണ്ടും തുടങ്ങാം. പ്രൈസ് ഗോഡ്. യെശയ്യാവ് 50-ാം അധ്യായം അതിൻ്റെ 18, 19, 20 വാക്യങ്ങൾ. പിന്നെ ഞാൻ ഇസ്രയേലിനെ അവന്റെ മേച്ചിൽ പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കാർമേലിലും ബാഷാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. എഫ്രൈം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞ് അവന് തൃപ്തി വരും. 4 സ്ഥലത്ത് മേയും,
കാർമേൽ, ബാശാൻ, എഫ്രൈം മലനാട്ട്, ഗിലെയാദ്. അടുത്ത വാക്യം. ഞാൻ ശേഷിപ്പിച്ചു വെക്കുന്നവരോട് ക്ഷമിക്കിയാൽ ആ നാളുകളിൽ ആ കാലത്ത് ഇസ്രയേലിന്റെ അകൃത്യം അന്വേഷിച്ചാൽ അത് ഇല്ലാതെ ഇരിക്കും. കണ്ടോ? യഹൂദയുടെ പാപങ്ങൾ അന്വേഷിച്ചാൽ കാണുകയില്ല. കണ്ടോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അഭിവൃദ്ധിയിലേക്ക് മടങ്ങി വരുന്ന ആ സ്റ്റെപ്പുകൾ കറക്റ്റായിട്ട് വന്നാൽ പാപത്തിൻ്റെ പരിഹാരം കാണും. അകൃത്യം പരിഹരിക്കപ്പെട്ടിരിക്കും, അകൃത്യം മോചിപ്പിച്ചു കേട്ടിരിക്കും. ലംഘനം ക്ഷമിച്ചും അകൃത്യം മോചിക്കപ്പെട്ടും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതെങ്ങനെയാണ്? അതിനൊരു കോംപ്രമൈസും ഇല്ല. ചിലർ പറയും ഏറ്റവും വലിയ നോട്ടെടുത്തിട്ടോ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹം തന്നേക്കാം. പറ്റത്തില്ല. പാപത്തിൻ്റെ ക്ഷമയാണ് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള താക്കോല്. അതെങ്ങനെ സാധിക്കും? ഒരു പൈസ മുടക്കണ്ട. കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപം വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂശിൽ അവസാന തുള്ളി രക്തം വരെ ചിന്തി എന്നെ വിലയ്ക്ക് വാങ്ങി. ഇത് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയും എന്നിട്ട് പറയണം, ഈ യേശു എൻ്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനല്ല. ഞാൻ കുറേ കിളച്ചതാ, ഞാൻ കുറേ അധ്വാനിച്ചതാ, ഞാൻ കുറേ പരിശ്രമിച്ചതാ. പത്രോസ് പറഞ്ഞു, നാഥ രാത്രി മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. ഇനി നിൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അവർ അങ്ങനെ ചെയ്തപ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബാബുച്ചായ ആ വാക്യം ഒന്ന് പറഞ്ഞു വായിച്ച്. അവർ അങ്ങനെ ചെയ്തപ്പോൾ എത്രാമത്തേതാ? ലൂക്കോസ് 5:6 വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. പ്രത്യേകം ശ്രദ്ധിക്കണം, വല കീറാറായി. വേദപുസ്തകത്തിൽ ചില സുവിശേഷങ്ങളിൽ ചില പ്രയോഗങ്ങളുണ്ട്. പടക് മുങ്ങുമാറായി, മുങ്ങിയില്ല. വല കീറാറായി, കീറിയില്ല. വല കീറിയ മീനൊക്കെ പോയാനെ, കീറുകയല്ല. എൻ്റെ ദൈവം നിൻ്റെ വല നിറച്ച് മീൻ തന്നാൽ അതിൻ്റെ ഒരു കണ്ണി പോലും പൊട്ടത്തില്ല, മുഴുവൻ അതിനകത്ത് കിടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ചിലത് അകത്ത് വന്നത് പുറത്തു പോകാതെ കണ്ട്, ഒരു ചെറിയ മീൻ പോലും നഷ്ടപ്പെടാതെ കണ്ട്, ഒരു വലയുടെ ഒരു കണ്ണി പോലും പറ്റാതെ കണ്ട്, എല്ലാം പടകിനകത്ത് വരണമേ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മളൊക്കെ നന്നാവാൻ പുതുതൊന്നും വരണ്ട, ഉള്ള ചോർച്ച പോയാൽ മതി. അല്ലേ? ഈ ചോർച്ച പോയാൽ മതി. വല പൊട്ടാതിരുന്നാൽ മതി, വല കീറാതിരുന്നാൽ മതി, വല കീറുമാറാകുവോളം. എന്നിട്ട് അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു, പടക് രണ്ടും മുങ്ങുമാറാകുവോളം നിറച്ചു. പടക് കീറുമാറായ വലയെന്ന് മുങ്ങുമാറാകത്തോളം പടക് രണ്ടും നിറച്ചെന്ന്. കർത്താവ് ശൂന്യത കണ്ടിട്ട് നിന്നെ വിളിച്ചു വലതും പറഞ്ഞാൽ അതനുസരിച്ചാൽ, നാഥ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പറഞ്ഞ് യേശുവിന്റെ വാക്കിന് നീ അനുസരണം കാണിക്കാൻ തയ്യാറായാൽ നിന്റെ ശൂന്യമായ പടക് നിറയും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ശൂന്യതകളെ നിറയ്ക്കുന്ന യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങളിൽ വ്യാപരിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇന്ന് രാത്രി ശൂന്യതകളെ നികത്തുന്ന ദൈവശക്തി, യേശുവിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കണമേ. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശുവിന്റെ ഈ ശക്തി വചനത്തിൽ എൻ്റെ വീട്ടിൽ വ്യാപരിക്കണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എന്നാ കേട്ടോ, 5-ാം വാക്യം ഒന്ന് വായിച്ചേ. അതിന് ശീമോൻ, നാഥ ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ആദ്യം പറയണം, കർത്താവേ ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി പരിശ്രമിച്ചിട്ടും ഒന്നും പ്രാപിച്ചില്ല. സറണ്ടർ, ടോട്ടൽ സറണ്ടർ. ഹല്ലേലൂയ. എന്നിട്ട് പറയണം അടുത്ത വാക്യം, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. എങ്കിലും ഇനി എന്ത് ചെയ്യാം? നീ പറഞ്ഞാൽ ഞാൻ അനുസരിക്കാം. 2 കാര്യം. 1 ടോട്ടൽ സറണ്ടർ, 2 ടോട്ടൽ ഒബീഡിയൻസ്. ഇത് 2 കൂടെ ചേർന്ന് കഴിയുമ്പോൾ പെരുത്ത മീൻകൂട്ടം പടക് 2 നിറയും. മനസ്സിലാക്കാൻ സ്വന്തം പറയാം. I surrender, oh, I surrender.
All to thee, my precious Savior, I surrender. All to Jesus, I surrender. All to thee, I freely give. I will never love and trust Him in His presence daily. I surrender all. I surrender all. I surrender all. പൂർണ്ണമായി സമർപ്പിക്കാം. I surrender all to thee, my precious Savior, I surrender all. ഒരു പൂർണ്ണ സമർപ്പണം കൂടെ വേണം. അത് വന്നു കഴിയുമ്പോൾ ജീവിതത്തിൽ മാറ്റം വരാൻ തുടങ്ങും. ഇന്ന് രാത്രി വി വാണ്ട് എ ബ്രേക്ക് ത്രൂ. ഞാൻ എൻ്റെ കർത്താവെ പൂർണ്ണമായി എന്നെ സമർപ്പിക്കുന്നത് പറഞ്ഞ് കരമുയർത്തിരുന്ന് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തത് ഹല്ലേലൂയ. ഇങ്ങനെ വരുന്ന വ്യക്തികളെ ആദ്യം കർമ്മേലിൽ മേഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ബാഷാൻ. ബാഷാൻ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ പ്രത്യേകത മനസ്സിലാകത്തില്ല, പക്ഷേ ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ദൈവത്തിന് സ്തോത്രം. ബാഷാൻ്റെ പ്രത്യേകത എന്നറിയാമോ? ബാഷാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയാത്തതിനെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് ബാഷാൻ. പ്രൈസ് ഗോഡ്. നോക്കാം. ഉൽപ്പത്തി പുസ്തകം ആവർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം. പ്രൈസ് ഗോഡ്. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 3-ാം അധ്യായം. പ്രൈസ് ഗോഡ്. 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വായിക്കാം. 1-2 വായിക്കാം. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 1-2. അനന്തരം നാം തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയായി പോയി. ബാഷാന്റെ പ്രത്യേകത പറയാണ് കേട്ടോ. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവന്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. അപ്പോൾ ബാഷാൻ രാജാവായിരിക്കുന്ന ഓഗും അവന്റെ സർവ്വജനവും നമ്മോട് പടയേറ്റ് എതിരെ വന്നു. പ്രൈസ് ഗോഡ്. ഇനി മനസ്സിലാക്കണം, ഈ വന്ന ബാഷാൻ രാജാവായ ഓഗെന്ന് പറഞ്ഞാൽ അവൻ സാധാരണ വ്യക്തിയല്ല. പ്രൈസ് ഗോഡ്. അവൻ്റെ സൈസ് അറിയണമെങ്കിൽ 10-11 വാക്യങ്ങൾ വായിച്ചാൽ അവൻ്റെ സൈസ് അറിയാം. പ്രൈസ് ഗോഡ്. സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാഷാനിലെ ഓഗിന്റെ രാജ്യത്തുൾപ്പെട്ട സൽക്ക, എദ്രെയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നാം പിടിച്ചു. അടുത്ത വാക്യം. ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. അപ്പം ഈ ഒരൊറ്റ ഒരുത്തിനെ ശേഷിച്ചിട്ടുള്ളൂ, ബാഷാൻ രാജാവായ ഓഗ്. അടുത്തത് ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ മഞ്ചം, ഇരുമ്പ് കൊണ്ടുള്ള അവന്റെ കട്ടില്. അമ്മോന്യ നഗരമായ രബ്ബയിലുണ്ടല്ലോ. മഞ്ചം എന്ന് പറഞ്ഞാൽ കട്ടില. ഈ അവൻ കിടന്നിരുന്ന കട്ടിൽ ഇപ്പോഴും അമ്മോന്യ നഗരമായ രബ്ബയിലുണ്ട്. ആ കട്ടിലിന്റെ വലിപ്പം കേട്ടാൽ അവന്റെ വലിപ്പം ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും. അത് കേട്ടാട്ടെ. അതിന് പുരുഷന്റെ കൈക്ക് 9 മുഴം നീളവും. അതിന് പുരുഷന്റെ കൈക്ക് 9 മുഴം നീളം, 13.5 അടിയാണ് നീളം. നമ്മുടെ വീട്ടിലുള്ള കട്ടിലൊക്കെ 6.25 അടിയാണ്. ഓഗ് കിടന്നിരുന്ന കട്ടിലിന് 13.5 അടിയാണ് നീളം. പ്രൈസ് ഗോഡ്. നമ്മൾ വിചാരിക്കാൻ ഏറ്റവും വലിയ മനുഷ്യൻ ഗോലിയാത്താണെന്ന്. നോ, ഗോലിയാത്തിന് പൊക്കം 6 മുഴം 1 ചാണുമേ ഉള്ളൂ. ഇവന് 9 മുഴം 13.5 അടി പൊക്കം, പിന്നെ 4 മുഴം വീതിയും. 4 മുഴം വീതി. പ്രൈസ് ഗോഡ്. 6 അടി വീതിയും
13.5 അടി ദൈവത്തിന് സ്തോത്രം നീളവുമുള്ള കട്ടിലയിലാണ് പുള്ളി കിടന്നിരുന്നത്. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവനെ 4 ബാക്കിയുണ്ട്. അക്കാലത്ത് നാം അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. അവന്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. നമ്മളെക്കാൾ ബലമുണ്ടെന്ന് തോന്നുന്നവൻ പിടിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ അവകാശമാണെങ്കിൽ നമ്മൾ പിടിക്കുമെന്ന് ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പാമൻ ഹല്ലേലൂയ. മല്ലനായ ഓഗിന്റെ മുമ്പിൽ നീ ഭയന്ന് നിൽക്കാനല്ല, നീ പേടിച്ച് നിൽക്കാനല്ല, ഓഗിനെ തോൽപ്പിച്ച് അവന്റെ സകല പട്ടണവും നിനക്ക് അവകാശപ്പെട്ടതാണ് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ ആർക്കൊക്കെ കഴിയുന്നുവോ അവരെ ബാശാനിലേക്ക് മടക്കി വരുത്തുന്ന ദൈവമാണ് ഈ ദൈവം. മുഴുവൻ വായിച്ചേ, മുഴുവൻ വായിച്ചു. അടുത്ത വാക്യം. ബാശാനിലെ ഓഗിന്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുംപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. 60 പട്ടണങ്ങളുള്ള ഓഗിന്റെ രാജ്യം പിടിച്ചു. അടുത്തത് ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ആമേൻ. ഈ പട്ടണങ്ങളൊക്കെ സാധാരണ പട്ടണങ്ങളല്ല, ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ദൈവകൃപയിൽ മടങ്ങി വരുന്ന ദൈവജനത്തിന്റെ മുൻപിൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം അവരെ കൊണ്ടുവരുന്നു. കാട്ടുപോത്തിന് തുല്യമായ ബലം അവർക്കുണ്ട് എന്ന് വചനത്തിൽ വായിക്കുന്നു. മറ്റൊരു ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. യഹോവ തന്നെ അവനെ നടത്തി. ഇന്ന് രാത്രി ദൈവമാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, ദൈവം തന്നെയാണ് നിന്നെ നടത്തുന്നതെങ്കിൽ, ശത്രു എത്ര പൊക്കമുള്ള മതിൽ കെട്ടി എത്ര ഉറപ്പുള്ള വാതിലടച്ച് ഓടാമ്പലിട്ട് ഉറപ്പിക്കട്ടെ, പുല്ലുപോലെ അത് തകർത്തുകൊണ്ട് അത് ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് നീ അകത്ത് കയറും, നീ അത് പിടിക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവേ, ശത്രു പിടിച്ചു വച്ചിരിക്കുന്നത്, ശത്രു അടച്ചു വച്ചിരിക്കുന്നത്, ശത്രുവിന്റെ കയ്യിൽ കിടക്കുന്നത് എനിക്ക് അവകാശമായി തരുവാൻ സ്വർഗത്തിലെ ദൈവകൃപ എനിക്ക് വേണ്ടി വ്യാപരിക്കണമെന്ന് പറ. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ബാശാനിലെ ഓഗിനെ പോലെ പൊക്കവും വണ്ണവുമുള്ള പൊക്കവും നീളവുമുള്ള ശക്തന്മാര് പിടിച്ചു വച്ചത് നിന്റെ ജനത്തിന്റെ കയ്യിലേക്ക് ഒരു ബ്രേക്ക് ത്രൂ നടക്കട്ടെ. ഇതാ ബ്രേക്ക് ത്രൂ. 13 അടി പൊക്കമുള്ളവന്റെ കയ്യിലുള്ളത് 60 പട്ടണം, മതിലും പൊക്കമുണ്ട്, വാതിലും ഉറപ്പുണ്ട്, എല്ലാം ഉണ്ട്. എന്തൊക്കെ ഉറപ്പുള്ളതാണെങ്കിലും നമ്മുടെ ദൈവം കൂടെ ഉണ്ടെങ്കിൽ ബലവാനെ പിടിച്ചു കെട്ടി അവൻ്റെ കോപ്പ് കവരുമെന്ന് ദൈവത്തിൻ്റെ ജനത്തിന് എത്ര പേർക്കറിയാം? കർത്താവ് അതുകൊണ്ട് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവർന്ന് കളവാൻ സാധ്യമല്ല. എന്നാൽ നിനക്ക് പിടിച്ചു കെട്ടാമോ? നിനക്ക് അവനെ കൊള്ള ചെയ്യാമെന്നാണ് പറയുന്നത്. യു ക്യാൻ ലൂട്ട് ഹിം. ഇന്ന് രാത്രി ബാശാനിലേക്ക് മടക്കി വരുത്തുമെന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കൈവശം ഇരിക്കുന്ന നമുക്ക് കിട്ടേണ്ട വാഗ്ദത്ത ദേശത്ത് ശത്രു കൈയടക്കി വച്ചിരിക്കുന്ന, കനാൻ ദേശത്ത് ശത്രു കൈയടക്കി വച്ചിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറഞ്ഞ് അത് എനിക്ക് തരാമെന്ന് ദൈവം പറഞ്ഞത് വെറുതെ അല്ല. അബ്രഹാം ദൈവത്തെ അനുസരിച്ചപ്പോൾ പറഞ്ഞു, അബ്രഹാമേ, നീ തലപൊക്കി നോക്ക്, നീ കാണുന്നിടം മുഴുവൻ നിനക്ക് നിന്റെ സന്തതിക്കും തരാം പറഞ്ഞു. അടുത്തത് പറഞ്ഞു, നീ തെക്കോട്ടും വടക്കോട്ടും നടക്ക്, പ്രൈസ് ഗോഡ്, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലം മുഴുവൻ തരാം. അബ്രഹാമിന്റെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഉള്ളങ്കാലിൽ ചവിട്ടിയത് വിശ്വാസിയായ നിനക്കുള്ളതാണ്. അബ്രഹാമിന്റെ മക്കളാണ് വിശ്വാസികളെന്ന് വചനം പറയുമ്പോൾ ഇന്ന് രാത്രി അബ്രഹാമിന്റെ അവകാശം എന്റേതാണെന്ന് പറയാൻ തൻ്റെ അടുത്തോടൊരു സ്തോത്രം ചെയ്താട്ട്. ബാശാൻ രാജാവായിരിക്കുന്ന ഓഗിന്റെ കീഴിലിരുന്ന കൈവശമിരുന്ന അനുഗ്രഹങ്ങൾ ഇസ്രായേൽ മക്കൾക്ക് ലഭിച്ചതുപോലെ ഈ നാളുകളിൽ ശത്രുവിന്റെ കൈവശം ഇരിക്കുന്നത് ദൈവമക്കളുടെ കൈവശം വന്നു ചേരണം. ജീസസ് 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 ജീസസ്. ഇന്ന് രാത്രി ഹല്ലേലൂയ. അതിനെന്ത് ചെയ്യണം? അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഒന്നാമത് കർമ്മേലിൽ, അത് കഴിയുമ്പോൾ ബാശാൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആത്മീയം ശരിയാക്ക്, നിന്റെ വ്യക്തിപരമായ ആത്മീയം ശരിയാക്ക്, കുടുംബത്തിൻ്റെ ആത്മീയം ശരിയാക്ക്, പിള്ളേരുടെ ആത്മീയം ശരിയാക്ക്, വീട് മൊത്തം ആത്മീയം ശരിയാക്ക്. ആമേൻ. ആത്മീയം ശരിയാക്കി കർമ്മേൽ വെളിപ്പെടുന്ന ആരാധന വെളിപ്പെട്ട് കഴിയുമ്പോൾ ബാശാൻ നിന്റെ കയ്യിലാണ്. നീ ബാശാനിലും കർമ്മേലിലും മേയും. ഇനി യെരമ്യാ 50:19 വായിച്ചേ. അതുകൊണ്ട് ഇസ്രായേലിന്റെ ദൈവം
പിന്നെ ഞാൻ ഇസ്രയേലിനെ അവന്റെ മേച്ചിൽപ്പുറത്തേക്ക് മടക്കി വരുത്തും. അവൻ കാർമേലിലും ബാശാനിലും മേഞ്ഞുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഹല്ലേലൂയ. മേഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി ഒരു ബാശാനും തല പൊക്കത്തില്ല, ഒരു ഓഗും തല പൊക്കത്തില്ല. പ്രൈസ് ഗോഡ്. ഒരുത്തനും നിന്നെ നിന്ദിക്കാൻ സമ്മതിക്കത്തില്ല. ഇനി മൂന്നാമത്തെ സ്ഥലം അടുത്തത് എഫ്രൈം മലനാട്ടിൽ. 2 സ്ഥലമുണ്ട്. അതിന് മൂന്നാമത്തേത് എഫ്രൈം മലനാട്. പ്രൈസ് ഗോഡ്. എഫ്രൈം മലനാടിൻ്റെ പ്രത്യേകത എന്ന് പറയണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 1 ശമൂവേൽ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 ശമൂവേൽ 1-ാം അധ്യായം 1 മുതൽ. എഫ്രൈം മലനാട്ടിലെ രാമഥെയിം സോഫീമിൽ എൽക്കാന എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ എലീഹുവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകനായിരുന്നു. എലീഹു എഫ്രൈമിനായ സൂഫിൻ്റെ മകനായ തോഹുവിൻ്റെ മകനായിരുന്നു. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന എന്നും പേർ. അപ്പം എഫ്രൈം മലനാടെന്ന് പറഞ്ഞാൽ എൽക്കാനയുടെ നാടാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ ഹന്നയുടെ നാടാണ്. പ്രൈസ് ഗോഡ്. ഇനി ഈ ഹന്നയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനിന്നയ്ക്കോ മക്കളുണ്ടായിരുന്നു. 5-ാം വാക്യം. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും. എന്നാൽ യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. എന്നിട്ട് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിപ്പാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വിഷമിപ്പിക്കാൻ തക്കവണ്ണം ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവളെ മുഷിപ്പിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം എഫ്രൈം മലനാടെന്ന് പറഞ്ഞാൽ പ്രതിയോഗി മുഷിപ്പിക്കുന്ന സ്ഥലം. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രതിയോഗി നിന്ദിക്കുന്ന ഒരു അനുഭവം നിൻ്റെ വീട്ടിലുണ്ടോ, നിൻ്റെ നാട്ടിലുണ്ടോ, നിൻ്റെ ചുറ്റുപാടുമുണ്ടോ? പ്രൈസ് ഗോഡ്. നിന്നോടാണ് ദൈവത്തിൻ്റെ ആലോചന. നിന്നെ വീട്ടുകാർ നിന്ദിക്കുന്നുണ്ടോ? കൂട്ടുകാർ നിന്ദിക്കുന്നുണ്ടോ? കൂടെ ജോലി ചെയ്യുന്നവർ നിന്ദിക്കുന്നുണ്ടോ? കൂടെ ബിസിനസ് ചെയ്യുന്നവർ നിന്ദിക്കുന്നുണ്ടോ? കൂടെ പഠിക്കുന്നവർ നിന്ദിക്കുന്നുണ്ടോ? ആലോചന നിന്നോടാണ്. പ്രൈസ് ഗോഡ്. എഫ്രൈം മലനാട്ടിൽ ഹന്ന സ്വന്തം വീട്ടിൽ എല്ലാ ദിവസവും പ്രതിയോഗിയാൽ മക്കളുള്ള പെനിന്നായിനാൽ പ്രൈസ് ഗോഡ് ഇവളുടെ ഗർഭം അടച്ചിരുന്നത് കൊണ്ട് ഇവളെ മച്ചി എന്ന് വിളിച്ച് പരിഹസിച്ച് ദൈവത്തിന് സ്തോത്രം നിന്ദിച്ചിരുന്നു. പക്ഷേ ഹല്ലേലൂയ, ഒരു ദിവസം അവൾ ശീലോവിലേക്ക് പോയി. അവിടെ വെച്ച് പ്രാർത്ഥിച്ചു, ദൈവത്തോടൊരു നേർച്ച നേർന്നു. പിറ്റേ വർഷം കർത്താവേ, നീ എനിക്കൊരു ആൺപൈതലിനെ തരികയാണെങ്കിൽ പ്രൈസ് ഗോഡ് ഞാൻ അവനെയും കൊണ്ട് ആലയത്തിൽ വന്ന് നിന്നെ ആരാധിക്കും. പ്രൈസ് ഗോഡ്. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അതുപോലെ തന്നെ ഒരു ബാലനായ ഒരു ആൺപൈതലിനെ നൽകി. അവൻ്റെ പേരാണ് ശമൂവേൽ. ഇനി ഈ ശമൂവേലിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വായിക്കാം 1-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 26, 27, 28 വാക്യങ്ങൾ. അവൾ അവനോട് പറഞ്ഞത്, യജമാനനാണേ, യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, യഹോവയോട് കഴിച്ച അപേക്ഷ അവൻ എനിക്ക് നൽകിയിരിക്കുന്നു. നിന്ന പോയോ? ഇനി മച്ചി എന്ന് പറഞ്ഞ് നിന്ദിക്കുമോ? ഇല്ല. 2-ാം വാക്യത്തിൽ വായിക്കും, 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം അതിൻ്റെ 19 മുതലുള്ള വാക്യം, 19, 20, 21. അവൻ്റെ അമ്മ ആണ്ടുതോറും ഒരു ചെറിയ അങ്കി ഉണ്ടാക്കി തൻ്റെ ഭർത്താവിനോട് കൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ബാലനായ ശമൂവേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ വരും, അവനൊരു പുതിയ വസ്ത്രം കൊണ്ടുവന്ന് കൊടുക്കും. ആണ്ടുതോറും, പണ്ട് ആണ്ടുതോറും വരുമ്പം നിന്ദിക്കപ്പെട്ട് കരഞ്ഞിറങ്ങിപ്പോയ സ്ഥാനത്ത് ഇപ്പം ചെല്ലുന്നത് പ്രതീക്ഷയോടെയാണ്. മകനെ കാണാനുള്ള പ്രതീക്ഷയോടെ. ഏത് മകനെ? നിന്ന മാറ്റിയ മകനെ കാണാനുള്ള പ്രതീക്ഷയോടെ. തീർന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. ആ മകനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം 3:19 വായിച്ച്.
എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാകുവാൻ ഇടവരുത്തിയില്ല. ദാൻ മുതൽ ബേർശേബ വരെയുള്ള ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ദാൻ മുതൽ ബേർശേബ വരെയുള്ള, അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ കാസർഗോഡ്, അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള ഇന്ത്യക്കാരറിയുന്നത് പോലെ ഇസ്രായേൽ മക്കൾ മുഴുവനും അറിഞ്ഞു. അങ്ങനത്തെ പ്രശസ്തിയിൽ നിൽക്കുന്ന ശമൂവേലിൻ്റെ അമ്മ ആണ്ടുതോറും ആലയത്തിലേക്ക് ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ആമേൻ, ഒരു കാലത്ത് നിന്ദിക്കപ്പെട്ട ഹന്ന VIP ആയിരിക്കും അവിടെ. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എഫ്രൈം മലനാട്ടിൽ മേഞ്ഞ് നിനക്ക് തൃപ്തി വരുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്റെ തലമുറകളെ അനുഗ്രഹിച്ച് നിനക്ക് നിന്ന മാറ്റി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എഫ്രൈം മലനാട്ടിൽ ഹന്നയെ സഹായിച്ച ദൈവം. ഇന്ന് രാത്രി കാർമേലിലേക്ക് മടങ്ങി വരാൻ കഴിവുള്ള ദൈവജനമേ, കാർമേലിലേക്ക് മടങ്ങി വരാൻ മനസ്സുള്ള ദൈവമക്കളെ, ബാശാനിലെ നിന്നെ മേയിക്കുക മാത്രമല്ല, എഫ്രൈം മലനാട്ടിൽ മടക്കി വരുത്തി നിന്റെ കുടുംബത്തിനകത്തുണ്ടായിരുന്ന നിന്നത് മാറ്റി നിന്നെ നിന്ദിച്ചിടത്ത് മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി ദൈവത്തോട് പറ, കർത്താവേ, ഹന്നയെ മാനിച്ചതുപോലെ അവൾക്കൊരു ആൺ പൈതലിനെ നൽകി അവളുടെ പ്രാർത്ഥന കേട്ട് മാനിച്ചതുപോലെ എന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ ചോദിക്കുന്ന ചില കാര്യങ്ങൾ തന്ന് എന്റെ നിന്ന മാറ്റണമേ. ഇന്ന് രാത്രി ദൈവം എന്റെ നിന്ന മാറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇൻ ദി നെയിം ഓഫ് ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ഇനി ഒരൊറ്റ സമയം ഇതൊക്കെ വിവരിക്കാനുള്ളതാണ്, പക്ഷെ നേരമില്ല. അതുകൊണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയാം. അവസാനം അവർ എഫ്രൈം മലനാട്ടിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. ഗിലെയാദ് എന്തിനെ കാണിക്കുന്നു അറിയാമോ? പ്രൈസ് ഗോഡ്. യെരമ്യാ പ്രവചനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. യെരമ്യാ 8:22. ഗിലെയാദിൽ സുഗന്ധ തൈലം ഇല്ലയോ? അവിടെ വൈദ്യൻ ഇല്ലയോ? എന്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? പ്രൈസ് ഗോഡ്. ഗിലെയാദ് സുഗന്ധ തൈലത്തിന്റെ സ്ഥലം, ഗിലെയാദ് വൈദ്യനുള്ള സ്ഥലം, ഗിലെയാദ് രോഗശമനം വരുന്ന സ്ഥലം. പ്രൈസ് ഗോഡ്. ഇനി ഒരു കാര്യം കൂടി ഗിലെയാദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ ദൈവത്തിന് സ്തോത്രം 25, 26, 27. ലാബാൻ യാക്കോബിനോടൊപ്പം എത്തി. യാക്കോബ് പർവ്വതത്തിൽ കൂടാരമടിച്ചിരുന്നു. ലാബാനും തൻ്റെ സഹോദരന്മാരുമായി ഗിലെയാദ് പർവ്വതത്തിൽ കൂടാരമടിച്ചു. ലാബാൻ തൻ്റെ സഹോദരന്മാരുമായി യാക്കോബിനെ ചെന്ന് തിരികെ പിടിച്ചുകൊണ്ട് ചെല്ലാനായിട്ട് പുറകിൽ ചെന്ന് കൂടാരമടിച്ചു. പക്ഷേ 24-ാം വാക്യത്തിൽ ഗിലെയാദ് പർവ്വതത്തിൽ പാർത്തിരിക്കുന്ന യാക്കോബിന് വേണ്ടി ഉണ്ടായ അരുളപ്പാട് വായിച്ചു. എന്നാൽ ദൈവം രാത്രി സ്വപ്നത്തിൽ അരാമ്യനായ ലാബാന്റെ അടുക്കൽ വന്നവനോട്, നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. പ്രൈസ് ഗോഡ്. നീ യോസഫിനോട് ഗുണവും ചെയ്യണ്ട, ദോഷവും ചെയ്യണ്ട. പ്രൈസ് ഗോഡ്. അതിന്റെ ഫലം 29-ാം വാക്യം. ലാബാൻ പറയുന്നു യോസഫിനോട്, നിങ്ങളോട് ദോഷം ചെയ്യുവാൻ എന്റെ പക്കൽ ശക്തിയുണ്ട്. നിങ്ങളോട് ദോഷം ചെയ്യാൻ എനിക്ക് ശക്തിയുണ്ട്. എങ്കിലും നീ യാക്കോബിനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുക എന്ന് നിങ്ങളുടെ പിതാവിന്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ അപ്പന്റെ ദൈവം എന്നോട് പറഞ്ഞു, നിനക്ക് ഗുണവും ചെയ്യേണ്ട ദോഷവും ചെയ്യേണ്ടെന്ന്. നിന്നെ നശിപ്പിക്കാൻ വരുന്ന ശത്രുവിനെ വിലക്കുന്ന സ്ഥലമാണ് ഗിലെയാദ്. ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം തരിക മാത്രമല്ല, ആരോഗ്യം തരിക മാത്രമല്ല, നിന്നെ നശിപ്പിക്കാൻ കച്ചകെട്ടി വരുന്ന, നിന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുന്ന ശത്രുവിനെ അരുത് എന്ന് വിലക്കുന്ന സ്ഥലമാണ് ഗിലെയാദ്. ഇന്ന് രാത്രി ഗിലെയാദിൽ മേയാൻ താല്പര്യം എത്ര പേർക്കുണ്ട്? ആരോഗ്യത്തോടെ മേയാൻ എത്ര പേർക്കുണ്ട്? സന്തോഷത്തോടെ മേയാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നശിപ്പിക്കാൻ വരുന്ന ശത്രുവിനെ തകർത്തുകൊണ്ട് ഗിലെയാദിൽ സമൃദ്ധിയിൽ മേയുവാൻ, ആരോഗ്യത്തിൽ മേയുവാൻ, നിന്ദകൾ മാറ്റി മേയുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മല്ലനായ ബാശാൻ രാജാവായിരിക്കുന്ന ഓഗിനെ പോലെയുള്ള വിഷയങ്ങളെ തകർത്ത് മേയുവാൻ, 60 പട്ടണങ്ങളെ പിടിച്ച് മേയുവാൻ എന്തു ചെയ്യണം? ആരാധനയിലേക്ക്, കാർമേൽ പർവ്വതത്തിന്റെ അനുഭവങ്ങളിലേക്ക് ഇന്ന് രാത്രി മടങ്ങി വരുവാൻ, കുടുംബമായി മടങ്ങി വരുവാൻ, വ്യക്തിപരമായി മടങ്ങി വരുവാൻ, സത്യ ആരാധനയിലേക്ക്, നിത്യ ആരാധനയിലേക്ക്, ആത്മാവിലുള്ള ആരാധനയിലേക്ക്
സന്നിധിയിലേക്ക് യേശുവിനെ ആരാധിക്കുവാൻ, ഇന്ന് രാത്രി മടങ്ങി വരുവാൻ എത്ര പേർക്ക് സാധിക്കും? നിന്നെ മേയുവാൻ, നിനക്ക് മേയുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നത് കർമ്മേൽ ഒരുക്കിയിരിക്കുന്നു, ബാശാൻ ഒരുക്കിയിരിക്കുന്നു, എഫ്രൈം മലനാട് ഒരുക്കിയിരിക്കുന്നു, ഗിലെയാദ് ഒരുക്കിയിരിക്കുന്നു. നീ മേഞ്ഞ് തൃപ്തി വരും, തൃപ്തി വരും. നീ മേഞ്ഞുകൊണ്ടിരിക്കും, നീ മേഞ്ഞുകൊണ്ടിരിക്കും. ഇന്ന് രാത്രി ഒരു ശരിക്കൊരു തീരുമാനമെടുക്കാമോ? കഴിഞ്ഞ നാളുകൾ എടുത്ത പോലെയല്ല, ഒരു പുത്തൻ തീരുമാനം. ഇന്ന് രാത്രി ആദ്യം എടുക്കേണ്ട തീരുമാനം, യേശു എൻ്റെ ദൈവം, ഇനി അവനെ മാത്രം ഞാൻ ആരാധിക്കും, വചനപ്രകാരം ഞാൻ ആരാധിക്കും, അവനെ ഞാൻ അനുസരിക്കും, എൻ്റെ ശൂന്യമായ പടക അങ്ങനെ നിറയ്ക്കും. തീരുമാനം കരമുയർത്തിയാട്ടെ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനാര്. സ്വർഗത്തിലും തീരുമാനത്തോടെ ആരാധിക്കാം. യേശുവിന് തുല്യം ആരുമില്ല. തുല്യനാര്. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. ദൂതന്മാരിൽ ഭോജനത്താലേ നിൻ ജനത്തെ പോഷിപ്പിച്ചു. ദൂതന്മാരിൽ ഭോജനത്താലേ നിൻ ജനത്തെ പോഷിപ്പിച്ചു. അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ ആരും. ബാശാനിലേക്ക് മടക്കി വരുത്തുവാൻ, കാർമേലിലേക്ക് മടക്കി വരുത്തുവാൻ, എഫ്രൈം മലനാട്ടിലേക്ക് മടക്കി വരുത്തുവാൻ വേറെ ആരുമില്ല. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. പാപത്തിൻ കറകൾ പോക്കാം പാവന രക്തം ചിന്തി. പാപത്തിൻ കറകൾ പോക്കാം പാവന രക്തം ചിന്തി. അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. അങ്ങേ പോലെ ആരുമില്ല, യാഗമായി തീർന്നവനേ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനാര്. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. മരണത്തിൻ പാശങ്ങൾ അഴിച്ചു, പാതാള ഗോപുരം തകർത്തു. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ. അങ്ങേ പോലെ ആരുമില്ല, ഉയർത്തെഴുന്നേറ്റവനേ.
യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. ചന്ദ്ര ഭൗടകലീലകപാന നിർമ്മല ജനബല ചന്ദ്ര അൽമല ഭൗടകലീലകപരമാ ചന്ദ്ര ജനബലമാന ചന്ദ്ര ജനബല ജനബലമാന ധീമന ബലമാന ഉദകധാന ധീമന ബലബല ജനബല ജനബാന ഉദര ജനബാന ഓ ശബ്ദാരൗഡ ശേവ രൈദ ധീമ രൈദ ജനമാന അൽമാരൗഡേ ശൈദ ധ്യാന ധീമന ജലമാ ചന്ദ്ര രൗഡ ശേദര ജനബാനന്ദര ജനബാരൗഡാര ആദാനാദാരേന്ദ്രേ രൈന ശേമ രൗഡേ സന്നാരേ അൽമല രൗഡകരാദര ജാനകലംദര ഭൗഡേ ശബ്ദാര ധാന ജാന ധിൽമാരൗഡ ശങ്കാര വാജാന ഓ ശബ്ദര ഭൗഡേ സാദര ജാന ധീമാരൗഡ സാദാര അൽമാരാദ ധീമാരൗഡ ശരമാരാവാര ഓ ശബ്ദാരാദ ധിംജാരൗഡേ ശങ്കാരാവാര ഓ സൗദേ രൗഡ ധീമാൻ മൽമാരാവാന ആമേ ശബ്ദാരാദ രംഗാരൈന ജന്മാരാദന ഓ ശൈകാരി കർധൂന കൽമാരാവാന ഓ ശബ്ദാരാദ ധീഗാരൗഡേ ശബ്ദാരാവാന ഓ ശൈകാരാവ ധീനാരാദ ജന്മാരാദ ഓ ശബ്ദർ ഭൗഡേ ശാല ജാല ധീന ജാനാന ഓ ശംനാരാദ ജനമാര ജന്മാരാവാന ഓ ശബ്ദര ഭൗഡക ദൈതക പരബന ദുരബന ജനബന യേശുവനാമത്തിൽ 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 ഇന്ന് രാത്രി കർത്താവേ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ജനം മടങ്ങി വരട്ടെ, ബാശാനിലേക്ക് മടങ്ങി വരട്ടെ, കാർമേലിലേക്ക് മടങ്ങി വരട്ടെ, ഗിലെയാദിലേക്ക് മടങ്ങി വരട്ടെ, എഫ്രൈം മലനാട്ടിലേക്ക് മടങ്ങി വരട്ടെ. ഇന്ന് രാത്രി മടങ്ങി വരവ് ആരംഭിക്കട്ടെ, മടങ്ങി വരവ് ആരംഭിക്കട്ടെ, ഈ പട്ടണത്തിൽ ആരംഭിക്കട്ടെ, സഭകളിൽ ആരംഭിക്കട്ടെ, കുടുംബങ്ങളിൽ ആരംഭിക്കട്ടെ, വ്യക്തികളിൽ ആരംഭിക്കട്ടെ, ഓ ബിസിനസ്സുകളിൽ ആരംഭിക്കട്ടെ, ജോലിയിൽ ആരംഭിക്കട്ടെ, സന്തോഷത്തിൽ ആരംഭിക്കട്ടെ, സമാധാനത്തിൽ ആരംഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. പൊട്ടട്ടെ പൊട്ടട്ടെ, ചങ്ങലകൾ പൊട്ടട്ടെ, മതിലുകൾ ഇടിയട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ഇന്ന് രാത്രി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിടുതലുകൾ നടക്കട്ടെ. ഓ ജീസസ് ജീസസ് ഹല്ലേലൂയ.